ഞാൻ പോവില്ല മക്കളെ. പ്രതിഷേധം 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 ബിജെപി കണ്ടാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ 2026 തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ തുടക്ക ദിവസം തന്നെ, അതായത് 2026 ജനുവരി 1-ാം തീയതി പുതുവത്സര ദിനത്തിൽ തന്നെ നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ കോലം ഉണ്ടാക്കി അത് വെള്ളത്തിൽ ഒഴുക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പുതുവത്സര ദിനത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണെന്നൊന്ന് ഓർക്കണല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ കോലമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര നല്ല നടപടിയാണോ? പിന്നെ എന്താ പറയാ, അത് ചെയ്തവരെയും വലിയ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ പ്രവൃത്തികളാണല്ലോ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ മുഖ്യമന്ത്രിയോട് സ്വർണ്ണപ്പാളി വിവാദം, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് ചോദിച്ച സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി കട്ട കലിപ്പില് ആ സ്വഭാവമൊക്കെ അങ്ങ് മാറുന്നു, ഭയങ്കര കലിപ്പാവുന്നു, ആ ഒരു മാധ്യമ പ്രവർത്തകനോട് ചൂടാവുന്നു. എന്നാലും അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിൽ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാർ ആ സ്ഥാനം. സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽ പെടുന്നു, അവരിതിന്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ആ സമയത്ത് മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ, കടകംപള്ളിയോട് ചോദിച്ചിരുന്നു സീമേ എന്താണെന്ന് സംഭവിച്ചത്, എന്താണ് ഉണ്ടായതെന്ന കാര്യം? ഈ കാര്യത്തില് SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതൊക്കെ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ എന്ന്. നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ. അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്ന്. അത് വ്യക്തമായല്ലോ. ചോദ്യത്തിന്റെ അല്ല, അതിനാണല്ലോ ഞാൻ പറയുന്നത്. ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്ക. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണോ വേണ്ടത്? എന്നാ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കുക. ഇനി ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ. നിങ്ങളതിന് ഉറപ്പുണ്ടാക്കണം. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല. ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നത്. കാണും. കണ്ടോ 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 കണ്ടില്ലേ? ഇവിടെ തർക്കിക്കാനല്ലല്ലോ വരുന്നത്. നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്നൊരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇതിനാണ് പറയുന്നത് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക എന്നുള്ളത്. ആ ഒരു പത്രസമ്മേളനത്തിൽ അവിടെ ഇരുന്ന ഒരു റിപ്പോർട്ടർ ചോദിച്ച കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ല. അപ്പൊ അതിനിരുന്ന് ബബബ അടിച്ചിട്ട് ആ റിപ്പോർട്ടർ വീണ്ടും പറയുന്നു, ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്ക് ദേഷ്യം വന്നു. സ്ഥിരം ഡയലോഗ്, മുഖ്യമന്ത്രിയുടെ സ്ഥിരം ഡയലോഗ് കടക്കുപുറത്ത് അതാണ്. പക്ഷെ ഇന്ന് അത് പറഞ്ഞില്ല. പകരം ഈ ഒരു മാധ്യമപ്രവർത്തകൻ, അതായത് ഈ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ എപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത്, എന്തോ ഒരു അധികാരമുള്ള പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് തട്ടിക്കേറുന്നു. ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ആ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ ഉത്തരമില്ല.
എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യാൻ മറക്കരുത്.